السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا استجيبوا لله والرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون واتقوا فتنة لا تصيب الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. ബഹുമാന്യരായ അധ്യക്ഷരെ, വേദിയിലിരിക്കുന്ന ആദരണീയരായ ഇസ്ലാഹി പ്രസ്ഥാന നേതാക്കന്മാരായ വ്യക്തിത്വങ്ങളെ, ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, സമയം ഈ വൈകിയ സമയത്ത് ഒരു സുദീർഘമായ പ്രസംഗത്തിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഒന്ന് രണ്ട് പ്രാസംഗികന്മാർ പ്രസംഗിക്കാനുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ ഞാൻ ഓതിക്കൽപ്പിച്ച സൂക്തത്തിന്റെ ആശയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബാൻ മുജാഹിദിന്റെ മുഖപത്രം അഥവാ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ജിഹ ഷബാബിന്റെ 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആ പ്രസ്ഥാനം പിന്നിട്ട് പോയ ചരിത്രങ്ങളെക്കുറിച്ച് നാം ഓർക്കുകയും ഇന്നത്തെ സ്ത്രീയെ നാം വിലയിരുത്തുകയും ഭാവി മുന്നോട്ട് പോകുവാനുള്ള നമ്മുടെ പ്രതീക്ഷയും പ്രവർത്തനവും വളരെ ആസൂത്രിതമായി നാം കരുനീക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു കാര്യവും അള്ളാഹുവിൽ അവലംബിച്ച് അവനെ മാത്രം ഏൽപ്പിച്ച് അതിലൂടെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതാനും ഉപദേശങ്ങൾ നൽകി. ഇസ്ലാമിന്റെ അവസാന കാലഘട്ടമായപ്പോൾ ആദ്യത്തെ ത്യാഗത്തിന്റെ കാലഘട്ടവും ഒരുപാട് മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും കാലഘട്ടം കഴിഞ്ഞ് ഏകദേശം ഇസ്ലാമിൽ ആ പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നു. അങ്ങനെ ഒരു നല്ല ഒരു നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ ഇനി മുസ്ലിമുകൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ആഹ്വാനമാണ് ഞാൻ സൂക്തത്തിലും അതിന്റെ താഴെയുള്ള ഒന്ന് രണ്ട് സൂക്തങ്ങളിലും പറയുന്നത്. നാം അത് ഇത്തരുണത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രവും കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രവും അതാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ ആ സൂക്തത്തിന്റെ ആശയത്തിലൂടെ അതിന്റെ നേരിലൂടെ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഞാൻ വിലയിരുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾ അല്ലാഹുവിന് ഉത്തരം ചെയ്യുക, അവന്റെ റസൂലിന് ഉത്തരം ചെയ്യുക. ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് അദ്ദേഹം നിങ്ങളെ വിളിച്ചാൽ, അതെ അള്ളാഹുവിന്റെ ആഹ്വാനം, അവന്റെ കിതാബിന്റെ ആഹ്വാനം നിങ്ങൾ സ്വീകരിക്കുക. അതേപ്രകാരം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം നിങ്ങൾ സ്വീകരിക്കുക. ഇത് രണ്ടിലെയും ആഹ്വാനം ഇവിടെ വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയാണ്. അള്ളാഹു നേരിട്ട് നമ്മെ ഒന്ന് വിളിക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിയാളമാണ് രണ്ടിലൂടെയും ലഭിക്കുന്നത്. അത് നിങ്ങൾക്ക് ജീവൻ നൽകുന്നതാണ്. അതിലൂടെ നമുക്ക് ജീവൻ ഉണ്ടാവൂ. അഥവാ നാം ഒരു ജീവനുള്ള സമൂഹമായി തീരണമെന്നുണ്ടെങ്കിൽ ആ ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാലേ സാധിക്കൂ എന്നർത്ഥം. അത് നാം ഉത്തരം ചെയ്താലേ സാധിക്കൂ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ഈ രണ്ട് വിളിക്കും ഉത്തരം ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത്. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, തീർച്ചയായും അള്ളാഹു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിനിടയിൽ മറയായി നിലകൊള്ളുന്നു എന്ന്. മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ മറയായി അള്ളാഹു നിലകൊള്ളുന്നു. അതെ, അവന്റെ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കുന്നു, എന്ത് തീരുമാനിക്കുന്നു, എന്തവൻ ആലോചിക്കുന്നു, ഇതിനെക്കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു അത് നിയന്ത്രിക്കുന്നുണ്ട്. അള്ളാഹു അവന്റെ കയ്യിലാണ് അവന്റെ ഹൃദയത്തിൽ നിയന്ത്രണം. മറിയുക എന്ന പേരിൽ അറിയപ്പെടുന്ന കൽബിന്റെ ശരിയായ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്ന് പറഞ്ഞ് സത്യം ചെയ്യാറുണ്ട്. ഈ നിലക്ക് അള്ളാഹ് നമ്മൾ ഏതൊരു കാര്യം എന്തെന്ന് ആലോചിക്കുന്നുവോ എന്തും തീരുമാനിക്കുന്നുവോ അതെല്ലാം അള്ളാഹുവിനോട് ഉത്തരം പറയണം. അള്ളാഹുവിനോട് അവനിലേക്ക് നാം നിർത്തണം എന്നുള്ള ബോധത്തോടെയായിരിക്കണം.
വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ തീർച്ചയായും അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അതെ, നാം ചിന്തിക്കുമ്പോൾ, തീരുമാനിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് തീരുമാനിക്കുകയും അവന്റെ മുന്നിലേക്ക് ചെന്നെത്തുകയും ചെയ്യണം എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അതോടുകൂടി തന്നെ ഇനി തുടർന്ന് പറയുന്നു, വത്തഖൂ ഫിത്ന, നിങ്ങൾ ഫിത്ന സൂക്ഷിക്കണം. എപ്പോഴും ഫിത്ന വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ലാ തുസീബന്നദിന വലമൂ മിൻകും ഖാസ്സ, അത് നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവരെ മാത്രമായിരിക്കില്ല ബാധിക്കുന്നത്. ഒരു കൂട്ടരായിരിക്കാം ഫിത്ന തുടങ്ങി വെക്കുന്നത്. പക്ഷെ ആ തുടങ്ങി വെക്കുന്ന ഫിത്ന ചിലപ്പോൾ അവരെ മാത്രം ബാധിക്കുന്നതായിരിക്കില്ല. അത് സാഗമാനം ബാധിച്ചേക്കാം, ഉടനോളം ബാധിച്ചേക്കാം. അത് നിങ്ങൾ സൂക്ഷിക്കണം. ആരാണ് ആ ഫിത്നയുടെ തുടക്കക്കാരെ എന്ന്, ആരാണ് ആ ഫിത്ന ആരംഭിക്കുന്നത് എന്ന് ഇത് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. ലാ തുസീബന്നദിന വലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കുക, തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഈ സൂക്തം സഹാബാക്കൾ റളിയല്ലാഹു അൻഹു ഓതിയിരുന്നതാണ്. പിൽക്കാലത്ത് ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ തർക്കം വന്നപ്പോൾ, ഖലീഫയും അധികാരത്തിന്റെയും കാലത്ത് മത്സരങ്ങൾ വന്നപ്പോൾ, ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ആരായിരിക്കണം ഖലീഫ എന്ന് തർക്കം വന്ന് അതിന്റെ ആദർശത്തിന്റെ പരിവേഷമണിഞ്ഞ് അതിന്റെ മതത്തിന്റെ സ്വഭാവം അണിഞ്ഞുകൊണ്ട് ഗ്രൂപ്പായി തിരിയാൻ തുടങ്ങിയപ്പോൾ പല നിലക്ക് മുസ്ലിങ്ങൾ തമ്മിലടിക്കുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിലെ അത്തരം സംഭവങ്ങൾ അറിയാവുന്ന ഒരു കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ പോലെ റളിയല്ലാഹു അൻഹുവിനെ പോലത്തവർ അവരോട് പറഞ്ഞു, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ വത്തഖൂ ഫിത്നത്തൻ ലാ തുസീബന്ന വലമൂ മിൻകും ഖാസ്സ എന്ന് പറഞ്ഞ ആയത്ത് ഓതുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു കാലം കുറെ കഴിഞ്ഞ് അവസാനമുണ്ടാകുന്ന ഫിത്നയെ പറ്റിയാണ് ഇത് പറയുന്നത് എന്ന്. ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങളത് അനുഭവിക്കുന്നു. ഒരു ഭാഗത്ത് മുആവിയ, മറ്റൊരു ഭാഗത്ത് അലി, ഇപ്പുറത്ത് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ വേറെ പ്രഖ്യാപനം. ഇതെല്ലാം കൂടി വന്നപ്പോൾ തുടക്കം അധികാരത്തിന്റെ മത്സരത്തിലാണ്. പക്ഷെ അധികാരത്തിന്റെ മത്സരം ആദർശത്തിന്റെ പരിവേഷം അണിയിക്കുകയാണ് ചെയ്യുന്നത്. ഷിയ സുന്നിയും ഉണ്ടാകുന്ന അങ്ങനെയാണ്. വാസ്തവത്തിൽ ഷിയ സുന്നി തർക്കം വാസ്തവത്തിൽ ആദർശത്തിന്റേതായിരുന്നില്ല നമുക്കറിയാം. പക്ഷേ സ്ഥാനം ആരായിരിക്കണം എന്നിടത്ത് മത്സരം വന്നപ്പോൾ പുറത്തുനിന്ന് ചരടുവലികൾ, ജൂതന്മാരുടെ ചരടുവലികൾ, ആ ജൂതന്മാർ അബ്ദുല്ലാഹിബ്നു സബയിൽ കൂടെയാണ് മുസ്ലിങ്ങളിൽ കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ സബയ്യാക്കൾ ജൂതന്മാരുടെ ചരടുവലിയായിരുന്നതിനുണ്ടായിരുന്നു നമുക്കറിയാം. എന്നിട്ട് ഏറ്റവും ആദരണിക്കുന്ന അഹ്ലു ബൈത്തിന്റെ പേരാണ് പുറത്ത് വന്നത്. വാസ്തവത്തിൽ അഹ്ലു ബൈത്തിനോടുള്ള മതിപ്പായിരുന്നില്ലോ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. അഥവാ ആദർശം പരിവേഷം അണിയിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സ്ഥാനമാനങ്ങളുടെയും ഭൗതിക താല്പര്യങ്ങളുമായി പിന്നിലുണ്ടായിരുന്നത് ആ സബയ്യാക്കളാണ് മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചത്. ആ സബയ്യാക്കളാണ് ഫിത്ന തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ഫിത്ന തുടങ്ങുമ്പോൾ അത് അപകടമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുമാണ് വത്തഖൂ ഫിത്നത്തൻ ലാ തുസീബന്ന വലമൂ മിൻകും ഖാസ്സ, നിങ്ങൾ ഫിത്ന എപ്പോഴും ഭയപ്പെടണം, സൂക്ഷിക്കണം. അത് തുടക്കം കുറിച്ച് അക്രമികളെ മാത്രമായിരിക്കില്ല ബാധകം, എല്ലാവരെയും ബാധിക്കും. നാം കരുതിയിരുന്നില്ലെങ്കിൽ അതോടുകൂടി തന്നെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. നാം എന്തിനു നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാതെ, അള്ളാഹുവിന്റെ ആഹ്വാനം സ്വീകരിക്കാതെ, ആ കിതാബും ആ സുന്നത്തും നാം വിട്ട് നാം അതിന്റെ എല്ലാം വാക്താക്കളായി മാറിയാൽ സഹാബത്ത് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാലത്തിൽ നാം മനസ്സിലായതിന്റെ ചരിത്രം നാം പാഠം പഠിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി പറയുന്ന ഇനിയും നമ്മോട് പറയുന്ന കാര്യം എന്നറിയാമോ? ഒതുക്കുറു ഇത് അന്തും ഖലീലും മുസ്തലഫൂന ഫിൽ അർളി തഖാഫൂന അൻ യതഖത്തഫു അന്നാസ്, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് അന്തും ഖലീലും, നിങ്ങൾ വളരെ ചെറിയൊരു പക്ഷമായിരുന്നു. ഇത് അന്തും ഖലീൽ മുസ്തലഫൂന ഫിൽ അർളി, ഈ ഭൂമിയിലെ നാട്ടിലെ ദുർബലായിരുന്നു നിങ്ങൾ. തഖാഫൂന അൻ യതഖത്തഫു അന്നാസ്, ജനങ്ങൾ നിങ്ങളെ നാട്ടിൽ നിന്ന് റാഞ്ചിക്കൊണ്ടു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. അങ്ങനത്തെ വിഭാഗമായിരുന്നു നിങ്ങൾ. അത് നിങ്ങൾ ഓർക്കണം. ഈ കാര്യം നമ്മൾ ഓർക്കാൻ വേണ്ടി അള്ളാഹു ഇത് ഇന്നിറങ്ങുന്നതല്ല. 1400 കൊല്ലം മുമ്പ് ഇസ്ലാം ഏകദേശം ശക്തി പ്രാപിച്ചു വന്നപ്പോൾ ഇസ്ലാമിന്റെ ആദ്യകാല സംഭവങ്ങൾ ഓർക്കാനാണ് പറയുന്നത്. ഹിജറക്ക് മുമ്പുള്ള സംഭവം. ഹിജറക്ക് മുമ്പ് എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചതിന്റെ പേരിൽ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു. നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഒരിക്കലും ഒരു നിലയ്ക്കും അവിടെ നിലകൊള്ളാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. എല്ലാം വിട്ടുകൊണ്ട് അഭയാർത്ഥികളായി മുഹാജിറുകളായി പോകേണ്ടി വരുന്നു. ഇത് ഓർക്കണമെന്നാണ് പറയുന്നത് മുസ്ലിങ്ങളോട്. ഈ ഒരു അവസരം നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾ ഉയർന്നു വരുമ്പോൾ, സാമൂഹ്യമായി നിങ്ങൾ ശക്തി പ്രാപിച്ചു വരുമ്പോൾ ആദ്യ കാലഘട്ടം മറന്നു പോകരുതേ എന്ന്. ഒതുക്കുറു ഇത് അന്തും ഖലീലുൻ മുസ്തലഫൂന ഫിൽ അർളി, നിങ്ങൾ ഒരു ന്യൂനപക്ഷമായിരുന്നു, ഭൂമിയിൽ ദുർബലരായിരുന്നു. തഖാഫൂന അൻ യതഖത്തഫകും അന്നാസ്, ജനങ്ങൾ നിങ്ങൾ റാഞ്ചിക്കൊണ്ടുപോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നുവല്ലോ. ആ വാക്കും നിങ്ങൾ ഇവിടുന്ന് ഒളിച്ചോടിപ്പോയി അഭയാർത്ഥികളായി ചെന്നപ്പോൾ അവൻ നിങ്ങൾക്ക് അഭയം നൽകി. നിങ്ങളെ സ്വീകരിക്കുവാൻ, നിങ്ങൾക്ക് ശക്തി നൽകുവാൻ അതാ മദീനയിൽ ഒരു പറ്റം ആളുകൾ അതാ നിങ്ങൾക്ക് എല്ലാ അഭയം നൽകുന്നു. ആ വാക്കും അയ്യതക്കും പിന്നെ സുരിഹി, അതോടുകൂടി തുടർന്നുള്ള സമരങ്ങളും യുദ്ധങ്ങളും നിങ്ങൾക്ക് അവൻ എല്ലാവിധ പിൻബവും ശക്തിയും നൽകി. അയ്യതക്കും റസഖക്കും മിനത്ത് തയ്യിബാത്ത്, നിങ്ങൾക്ക് വിശിഷ്ട വസ്തുക്കൾ അവൻ ജീവിത വിഭവങ്ങളായി നൽകി.